ഹായ്, നമ്മൾ ഒലയുടെ ചാർജർ നന്നാക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഏതറിൻ്റെ ഒരു ചാർജർ നന്നാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഏതറിൻ്റെ ചാർജർ നന്നാക്കാൻ കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നെന്ന് പുള്ളിയോടൊന്ന് ചോദിക്കാം. എന്തായിരുന്നു ഇതിൻ്റെ പ്രശ്നം? ഇത് വയറ് കുറെ ഷോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്ലഗ് ചെയ്യുമ്പോഴത്തേക്ക് ട്രിപ്പായി പോയിട്ട് വീട്ടിൽ നിന്ന് ചാർജ് ഇടാൻ പറ്റുന്നില്ല. ഈ സംഭവത്തിനുള്ളിൽ ഇവിടെ കട്ടായി പോയി അങ്ങനെ തിരിഞ്ഞ് കളിക്കല്ലോ. അപ്പൊ അത് ഊരിയിട്ട് ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ അത് കമ്പനിയിൽ നിന്ന് ചെയ്തില്ല? ഇല്ല, വിളിച്ചപ്പോ അവിടെ ഒരിക്കലും അറിയില്ല എന്താന്ന് അറിയില്ല. അപ്പൊ എങ്ങനെ പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന മനസ്സിലായി? ഞങ്ങള് പിന്നെ ഏതറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൊരു ആളുകളെ കോണ്ടാക്റ്റും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഷോപ്പ് കണ്ടിട്ടുണ്ട് മുന്നേ. അപ്പൊ എനിക്ക് വേഗം മനസ്സിലായി നിങ്ങളെ ഷോപ്പാണ്. വെരി ഗുഡ്. അപ്പോൾ ഇത് ഏതറിന്റെ ചാർജർ, ഇതിന്റെ ഈ അഡാപ്റ്റർ വരുന്ന ഭാഗം ഇതിനകത്തായിരുന്നു കംപ്ലൈന്റ്. സംഭവം സോൾവ് ചെയ്തു. വയറൊക്കെ കട്ടായി പോയത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളായിരുന്നു. എന്തായാലും ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പുതിയ ചാർജർ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ഇല്ലേ? 10,000 രൂപയോളം വരുന്നുണ്ട് പുതിയ ചാർജർ വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചാർജറുകളോ അല്ലെങ്കിൽ വേറെ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ കേടായി കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പനി പോയി കഴിഞ്ഞാൽ അവർക്ക് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യലേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിൻ്റെ ചെറിയ പ്രോബ്ലം ആണെങ്കിലും ഇനിയിപ്പോൾ IC ലെവലിലുള്ള പ്രോബ്ലം ആണെങ്കിലൊക്കെ ഒരുവിധം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെൽഫോണിക്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം. നമുക്ക് പറ്റുന്ന വർക്കുകൾ നമ്മൾ ചെയ്തു തരും.